അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു 3x3 ക്യൂബ് സോൾവ് ചെയ്യുന്ന വീഡിയോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സ് മെത്തേഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, CFOP മെത്തേഡ് ഒന്നല്ല. അപ്പം അതൊക്കെ ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ PLL OLL സീരീസൊക്കെ നമ്മൾ വീഡിയോ ഓരോരോ വീഡിയോൻ്റെ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതേപോലെ F12 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. F12ഉം PLLും OLLും ഒക്കെ. ആക്ച്വലി PLL ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ചാനലൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു 3x3 ക്യൂബ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 3x3 ക്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, കൂടുതൽ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ആദ്യം നോക്കേണ്ടത് യെല്ലോ എവിടെയാണോ നോക്കുക. യെല്ലോ എവിടെയാ നോക്കുക, സെൻറ്റർ. ഈ യെല്ലോ സെൻറ്റർ എപ്പോഴും ഫിക്സ് ആയിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് വൈറ്റും ആയിരിക്കും. അത് മാത്രം ശ്രദ്ധിക്കുക, യെല്ലോൻ്റെ ഓപ്പോസിറ്റ് വൈറ്റ് ആയിരിക്കും. ഈ യെല്ലോൻ്റെ ചുറ്റും നിങ്ങൾ വൈറ്റ് കൊണ്ടുവരണം. ചുറ്റും എന്ന് പറഞ്ഞാൽ ഈ കോർണർ വേണ്ട. ഈ കോർണർ എന്ന് പറയുന്നത് നമുക്ക് 3 കളറായിരിക്കും, 1 2 3. ഈ കോർണറിൽ ഒരു കളർ എന്തായാലും വൈറ്റ് ആയിരിക്കും, ബാക്കി വേറെ 2 കളറായിരിക്കും. ആ ഒരു പീസ് നമ്മളിപ്പോൾ നോക്കുന്നില്ല, ഈ 4 പീസ് നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഈ യെല്ലോൻ്റെ ഈ 1 2 3 4 ഇങ്ങനെ പ്ലസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു വൈറ്റ് കിടക്കുന്നുണ്ട്. ഇതേപോലെ ഇവിടെയും 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 കൊണ്ടുവരിക. അതിന് പ്രത്യേകിച്ച് അൽഗോരിതങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ നോക്കുക, ഇതപ്പോൾ ഇവിടെ ഒരു പീസ് ഉണ്ട് അല്ലേ, യെല്ലോ എപ്പോഴും ടോപ്പാക്കി പിടിക്കുക. ഈ വൈറ്റ് പീസ് ഉണ്ട് അല്ലേ, 2 കളറുള്ള, അതിനെ ജസ്റ്റ് ഒന്ന് മേലോട്ട് തിരിച്ചാൽ അതിന് കോമ്പിനേഷനായി. അപ്പോൾ ഇതിന് അൽഗോരിതം ഒന്നുമില്ല, നിങ്ങൾ ക്യൂബ് തിരിച്ച് തിരിച്ച് പഠിക്കുമ്പോൾ സെറ്റ് ആയിക്കോളും. അപ്പം മനസ്സിൽ ഒരു കാര്യം ഇരിക്കുക, വൈറ്റ് 3 കളറുള്ള വൈറ്റ് ഇപ്പം നോക്കണ്ട, 2 കളറുള്ള വൈറ്റ് നോക്കുക. 2 കളർ മീൻസ് 2 കളറിൽ ഒരു വൈറ്റ് ഇത് അവിടെ ഒന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ ശരിയാവില്ല, അപ്പോൾ മുകളിലുള്ള മിസ്സോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇല്ലാത്ത ഭാഗത്തേക്ക് അതിനെ നീക്കി കൊണ്ടുപോവുക. ഓക്കെ, എന്നിട്ട് ഒന്ന് മേലോട്ട് തിരിക്കുക. അപ്പോൾ ഇവിടെ വന്നു. ഇനി മുകളിലാണ് വരേണ്ടത്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ മുകളിലല്ല വരിക, സൈഡിലാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ജസ്റ്റ് താഴത്തെ 2 അല്ലെങ്കിൽ മുകളിലത്തെ ഭാഗം ഒന്ന് മാറ്റി തിരിച്ചു കൊടുക്കുക അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് വന്ന് ഇവിടുന്ന് ഇത് മേലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ എത്തും. അടുത്തതും അതേപോലെ വൈറ്റ് ഉള്ളത് എവിടെയാണെന്ന് നോക്കുക. വൈറ്റ് പീസ് ഉള്ളത് ഇതാ ഇവിടെ ഉണ്ട് താഴെ. ഈ വൈറ്റ് പീസിനെ 1 2 പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലെത്തും. അപ്പം നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ യെല്ലോന് ചുറ്റും 1 2 3 4 വൈറ്റ് കൊണ്ടുവരിക. അപ്പോൾ ഈ 4 വൈറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ മെത്തേഡ് കഴിഞ്ഞ് സോൾവ് ആയി. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഫേസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക, ടോപ്പാക്കി യെല്ലോനെ ടോപ്പാക്കി പിടിക്കുക, നിങ്ങളെ ഫേസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നിങ്ങളെ യെല്ലോ 1 2 3 4 സോറി വൈറ്റ് 1 2 3 4 വൈറ്റ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു വൈറ്റിൽ തുടങ്ങുക. ഇപ്പോൾ അതാ ഞാൻ ഈ വൈറ്റിൽ തുടങ്ങി, ഗ്രീനും വൈറ്റും ആണ് അല്ലേ കളറ്. അതായത് ഈ പീസാട്ടോ, ഈ വൈറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കളർ എന്താ, ഗ്രീന്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ സെൻറ്ററും ഗ്രീൻ ആവുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, അതായത് മാച്ച് ചെയ്യണം. അതിന് മുകളിലത്തെ പീസ് ഒന്നിങ്ങനെ പിടിക്കുക, ലെയർ, എന്നിട്ട് 2 ലെയറും കൂടി ഒന്ന് തിരിച്ചു നോക്കുക. ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്കോ ഒന്നെങ്കിൽ റൈറ്റിലേക്കോ തിരിച്ചു നോക്കുക. എവിടെയാണോ മാച്ച് ആവുന്നത് അവിടെ നിർത്തുക. ഇത് മാച്ച് അല്ല, ഒന്നും കൂടി 2ഉം കൂടി തിരിച്ചു, മാച്ച് അല്ല, ഒന്നും കൂടി 2 തരം, അത് മാച്ചായി അല്ലേ. സെൻറ്ററും ഈ വൈറ്റിനോട് മാച്ചായി കിടക്കുന്നതും മാച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 2 പ്രാവശ്യം തിരിക്കുക. അതായത് ഫ്രണ്ട് 2 പ്രാവശ്യം. എഫ് ഫ്രണ്ടിലുള്ളതിനെ നമ്മൾ എഫ് എന്ന് പറയുക. എഫ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നത് എഫ് എന്ന് പറയും. പിന്നെ എഫിനെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നത് എഫ് ഇൻവേഴ്സ് എന്നും പറയും. അൽഗോരിതം പറയുമ്പോൾ അങ്ങനെയാണ് പറയുക, എഫ് ഇൻവേഴ്സ്. അപ്പോൾ ഇതിനെ 1 2 പ്രാവശ്യം തിരിക്കുക. അപ്പോൾ ആ മുകളിലുള്ള പീസ് താഴെ പോവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ മുകളിൽ പോകുന്ന താഴെ പോവും. ഇനി ബാക്കി നമുക്ക് വൈറ്റ് ഉള്ളത് 3 എണ്ണമാണ്. ഈ 3 എണ്ണത്തിൽ അടുത്തത് നമ്മൾ നോക്കി. അടുത്ത ഏതാ, വൈറ്റിൻ്റെ കൂടെ ഉള്ളത് ബ്ലൂ. ഈ ബ്ലൂ നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് മൊത്തം തിരിച്ചു നോക്കുക. 1 തിരിച്ചു, മാച്ച് അല്ല. 2 തിരിച്ചു, മാച്ച് അല്ല. 3 തിരിച്ചു, മാച്ചാണ് അല്ലേ. ബ്ലൂവും മാച്ചായി. നേരത്തെ പറഞ്ഞ പോലെ 1 2, അതായത് F2. എഫ് 2 പ്രാവശ്യം തിരിച്ചു. ഇനി അടുത്ത് 2 വൈറ്റും കൂടി കിടക്കുന്നുണ്ട് മുകളിൽ അല്ലേ. ഇപ്പം ഈ വൈറ്റ് നോക്കുക. ഇപ്പോൾ ഇവിടെ റെഡ് ഓൾറെഡി മാച്ചായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ മാച്ച് അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ, മാച്ച് അല്ലെങ്കിൽ ഇത് മുകൾ ഭാഗം പിടിച്ചിട്ട് മാച്ച് ആകുന്ന പോലെ 1 2 മാച്ചായില്ല, ഒന്നും കൂടി മാച്ചായി. മാച്ചായതിനു ശേഷം എന്താ 1 2 തിരിക്കുക.
അതേപോലെ അടുത്തത് വൈറ്റ് പീസ് ഉണ്ട്, ഓറഞ്ചാണ് കോമ്പിനേഷൻ. വീണ്ടും അതിനെ പിടിച്ചിട്ട് തിരിച്ചു നോക്കുക, മാച്ചായി, സെൻറ്റർ മാച്ചായി, നേരെ താഴെ തിരിക്കുക. നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ വിശദീകരിക്കാൻ എന്തായാലും അത് നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് വൈറ്റ് പ്ലസ് കിട്ടും ഈസി ആയിട്ട്. ഇത് നിങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് ഇവിടെ സെൻറ്റർ വരെ നമ്മൾ സോൾവ് ചെയ്തു, ഈ പീസ് ഇവിടെ വരെ സോൾവ് ചെയ്തു, ഇതേപോലെ ഇവിടെ വരെ സോൾവ് ചെയ്തു, അതേപോലെ സൈഡും ഇങ്ങനെ സോൾവ് ചെയ്തു. അതായത് ഈ ക്യൂബിൻ്റെ ഒരു താഴത്തെ ലെയറിൽ പ്ലസ് പോലെ സോൾവ് ചെയ്തു, അതിൻ്റെ കൂടെ ആ സെൻറ്ററും കൂടി നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ മൊത്തം വൈറ്റ് ചേർക്കുക വേണ്ട കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈറ്റ് ചേർക്കുക. അതിന് ചെയ്യാൻ വേണ്ടത് വീണ്ടും നിങ്ങൾ യെല്ലോ ടോപ്പാക്കി പിടിക്കുക. എന്നിട്ട് എപ്പോഴും ഇനി ഇങ്ങനെ പിടിക്കുക ഫേസ്. അതായത് ഇത് ടോപ്പാണ്, നമ്മൾ മൊബൈലിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് ഫ്രണ്ട്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്, ടോപ്പിൽ യെല്ലോ പിടിക്കുക. നിങ്ങളെ ഫ്രണ്ടിൽ ലെഫ്റ്റിലോ റൈറ്റിലോ വൈറ്റ് വരുന്ന പോലെ നോക്കുക, എവിടെയെങ്കിലും വരുന്നുണ്ടോന്ന്. എന്താ ഈ ഒരു വൈറ്റ് വന്നു അല്ലേ. താഴെയുള്ളത് ഇപ്പം നോക്കണ്ട, ലെഫ്റ്റിലോ റൈറ്റിലോ വൈറ്റ് ഉണ്ടെങ്കിൽ നോക്കുക. ഇതും ലെഫ്റ്റിലാണ്, ഇതും ലെഫ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഒരു ലെഫ്റ്റിലുള്ള എടുത്ത് ഈ ഒരു പീസിനെ എന്താണ് വൈറ്റിൻ്റെ കൂടെ ഓറഞ്ചും ഗ്രീനുമാണ്. ഈ ഒരു പീസ് എവിടെയാണ് വരേണ്ടതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫേസിലുള്ള വൈറ്റിൻ്റെ സൈഡിൽ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ള കളർ ഏതാണെന്ന് നോക്കുക. അഥവാ നിങ്ങൾ റൈറ്റ് സൈഡിലാണ് കിട്ടുന്നതെങ്കിൽ ഈ സൈഡിലുള്ള കളർ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡാണ് കിട്ടിയത് കൊണ്ട് ഇതിൻ്റെ സൈഡിലുള്ള കളർ ഏതാണെന്ന് നോക്കുക, ഗ്രീനാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ ഒന്ന് പിടിച്ചിട്ട് ഈ സൈഡിലുള്ള കളറും ഈ സൈഡിലുള്ള കളറും മാച്ച് ചെയ്യിക്കുക, അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ മാച്ചല്ല, ഓറഞ്ചും ഗ്രീനും ആണ്. ഒന്നും കൂടി തിരിച്ചു, ഇപ്പം ഗ്രീനും, അതായത് സെൻറ്ററാണ് മാച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഈ സെൻറ്ററിലുള്ള ഒരു കളറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഭാഗത്ത് മൊത്തം ഗ്രീനായിരിക്കും. ഇപ്പോൾ ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ മൊത്തം ഓറഞ്ച് ആയിരിക്കും. അതാണ് സെൻറ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതും നമ്മൾ മാച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു ഇക്വേഷനാണ്, അതായത് ടോപ്പാണ് കേട്ടോ. അതായത് യു എന്ന് പറയാം, യു ഇൻവേഴ്സ് എന്നും നമുക്ക് പറയാം. യു ഇൻവേഴ്സ് എന്നാണ് നമ്മൾ പറയുക. യു ഇൻവേഴ്സ് ഈ ലെഫ്റ്റ് സൈഡാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ എല് ചെയ്തു, എന്നിട്ട് അത് റിട്ടേൺ ചെയ്തു. അപ്പോൾ എന്തായി, അവിടെ മുകളിൽ കിടന്ന പീസ് നിങ്ങൾക്ക് താഴെ ഇവിടെ സോൾവ് ആയി കിട്ടും. ഓക്കെ, ഇനി 3 കൂടി നമുക്ക് ഇതേപോലെ കോർണർ യെല്ലോ സോൾവ് ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളെ ഫേസിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ. ഇവിടെ വൈറ്റ് ഇല്ല, ഇവിടെ വൈറ്റ് ഇല്ല, ഇവിടെ വൈറ്റ് ഇല്ല, എവിടെയും വൈറ്റ് ഇല്ല. വൈറ്റ് മുഴുവൻ മുകളിലാണ്. ഈ മുകളിലുള്ള വൈറ്റിനെ ജസ്റ്റ് ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും കോമൺ സെൻസ് ഉപയോഗിക്കുക, അത് ശ്രദ്ധിക്കുക. ഇതിനെ നമുക്കൊന്നിങ്ങനെ നമ്മളെ ഫേസിൽ വേണം അല്ലേ, പക്ഷെ താഴെയുള്ള ഒന്നും പോകാനും പാടില്ല. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ എപ്പോഴും തിരിക്കുന്നത് റിട്ടേൺ തിരിക്കാൻ എപ്പോഴും ഓർമ്മിക്കുക. ഇതിനെ ഇതിനെ നമുക്കൊന്ന് ഫേസിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ എന്താ ഒരു ഐഡിയ ഉപയോഗിക്കുന്നത്, ഇവിടെ സോൾവ് ആയില്ല, സോൾവ് ആയ പീസ് ബാക്ക് സൈഡിലാണ് വെച്ച്, ഇവിടെ സോൾവ് ആയില്ല, സോൾവ് ആവാത്ത ഭാഗം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേലോട്ട് തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് തിരിച്ചെന്ന് മനസ്സിൽ വെക്കണം. എന്നിട്ട് ഇതിനെ 2 പ്രാവശ്യം സൈഡിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫേസിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ഈ തിരിച്ചത് റിട്ടേൺ തിരിക്കണം, ഇല്ലെങ്കിൽ നമ്മളെ മുമ്പ് ചെയ്ത് വെച്ചതൊക്കെ മിസ്സാവും. അപ്പോൾ മുമ്പ് ചെയ്തത് നമ്മൾ റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്ക് ഫ്രണ്ടിൽ മൊത്തം 3 ഫ്രണ്ടിലായി കിട്ടി അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇത് 2 കൺഫ്യൂഷൻ ഉണ്ടാവും, അത് പോട്ടെ. ഇത് നോക്കാം നമുക്ക്. ഇതും ലെഫ്റ്റിലാണ് വൈറ്റ് കിടക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ സൈഡ് കളർ ഏതാണെന്ന് നോക്കാം. ഓറഞ്ച് ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ടോപ്പ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് 2 ലെയർ പിടിച്ചിട്ട് സൈഡുള്ള കളറായിട്ട് മാച്ച് ചെയ്യുക. ഇത് മാച്ചല്ല, ഇത് മാച്ചായി അല്ലേ. മാച്ചായതിന് ശേഷം അതിനൊന്ന് മാറ്റി വെക്കുക, വരേണ്ട ഭാഗം ഒന്ന് മേലോട്ട് തിരിക്കുക, അതിനെ റിട്ടേൺ തിരിക്കുക. അപ്പോൾ എന്തായി, ആ പീസ് താഴേക്ക് വന്നു. ഓക്കെ, അതും അവിടെ സെറ്റായി. ഇനി അടുത്തത് വൈറ്റ്, റൈറ്റ് സൈഡിലുള്ള വൈറ്റ് നോക്കാം. നേരത്തെ ലെഫ്റ്റ് സൈഡ് ആയിരുന്നു, ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് വൈറ്റ് വന്നു. അതിൻ്റെ സൈഡ് കളർ ഏതാന്ന് നോക്കുക, ഗ്രീനാണ്. അതിനെ പിടിക്കുക, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക, 1 പ്രാവശ്യം പിടിക്കുക. മാച്ചല്ല, 2 മാച്ചല്ല, 3 മാച്ചായി, ഗ്രീൻ മാച്ചായി. അപ്പോൾ എന്ത് ചെയ്യുക, അതിനെ റൈറ്റ് സൈഡ് ആകുമ്പോൾ ഇതിനെ ഇങ്ങോട്ട് നീക്കുന്നു, ആ റൈറ്റ് സൈഡിലുള്ള മേലോട്ട് തിരിക്കുന്നു, ആ ചെയ്ത് 2ഉം റിട്ടേൺ ചെയ്യുന്നു. ഈ മൂവ്മെൻറ്റ് എപ്പോഴും ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ അത് താഴെ വന്നു. ഓക്കെ, കറക്റ്റ് പൊസിഷൻ വന്നു. ഇനി ഒന്നും കൂടി ഉള്ളൂ, അത് എവിടെയെങ്കിലും ലെഫ്റ്റ് സൈഡ് വൈറ്റ് ഉണ്ട്, അതിൻ്റെ കോമ്പിനേഷൻ കളർ ഏതാ, ബ്ലൂ ആണ് അല്ലേ. ബ്ലൂ ആ വരുന്ന വരെ തിരിക്കുക, മാച്ചായതിനു ശേഷം ഇതിനെ ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതും വന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കൂ,
താഴെയുള്ള മൊത്തം ലെയർ സോൾവ് ആയി കിട്ടി. കൂടാതെ അതിൻ്റെ സെൻറ്ററും കൂടി മാച്ചായി കിട്ടി. കണ്ട സെൻറ്ററും കൂട്ടി. അപ്പോൾ നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ലെയർ ആയിട്ട്, അതായത് ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ ആയിട്ടാണ് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവ് ആയി കിട്ടി, അതിൻ്റെ കൂടെ സെൻറ്ററും കൂടി മാച്ചായി കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ. ഇവിടെ ഓൾറെഡി ഒന്ന് സോൾവ് ആയി കിടക്കുന്നുണ്ട് അല്ലേ, ബാക്കി 3 സോൾവ് ചെയ്യാനുള്ളത്. ഇനി സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ ഈ കോർണറിലുള്ള ഈ സൈഡ് പീസുകൾ മാത്രം സോൾവ് ചെയ്താൽ സെക്കൻഡ് ലെയർ സോൾവ് ആവും. ഓൾറെഡി ഒന്നും ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇനി ഇതും അല്ലേ. ഇതിൻ്റെയൊക്കെ കളറിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. 2 കളറാണ് വരുന്നത് അല്ലേ. ഈ 2 കളറിലുള്ള പീസുകൾ എവിടെയൊക്കെ വരാം? ഈ 4 ഭാഗത്തും വരാം, പിന്നെ മുകളിൽ ഇവിടെ ഈ 4 ഭാഗത്തും വരാം. കണ്ടോ 2 കളർ അല്ലേ. 2 കളറുള്ള ഈ പീസ് ഇവിടെയും എത്താൻ പറ്റും അല്ലേ, ഈ പീസ് ഇങ്ങോട്ടും പോവാം. ഇപ്പോൾ 2 കളർ, 3 കളറിലുള്ള ഇപ്പം നിങ്ങൾ നോക്കണ്ട, 2 കളറിലുള്ള പീസുകളാണ് ഇവിടെയൊക്കെ വേണ്ടത്. ഇവിടെയുള്ള കളർ നിങ്ങൾക്ക് വേഗം അറിയാം. ഇവിടെ എന്താ ഫേസിൽ ബ്ലൂ ആണ്, ഇവിടെ റൈറ്റ് സൈഡിൽ റെഡ് ആയതുകൊണ്ട് ബ്ലൂ റെഡ് പീസ് ഇതാ ഇവിടെ കിടക്കുന്നത്, ഇത് ഇവിടെയാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്വിസ്റ്റ് ആയി കിടക്കുകയും. അപ്പോൾ ഏറ്റവും എളുപ്പ മാർഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വരാതെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഫസ്റ്റ് ലെയറും ഇതിൻ്റെ സെൻറ്ററും മാച്ച് ആയതിനു ശേഷം മുകളിൽ യെല്ലോ വെച്ച് അതേ പൊസിഷനിലാണ് നമ്മൾ പിടിക്കുന്നത്. യെല്ലോ എപ്പോഴും തുടക്കം മുതൽ നമ്മൾ യെല്ലോ മുകളിലാക്കിയിട്ടാണ് പിടിക്കുന്നത്. മുകളിലുള്ള ഈ യെല്ലോൻ്റെ ഈ 4 കളേഴ്സ് ഇല്ലേ, ഇതിൽ 2 കളേഴ്സ് ഉള്ളേ, ഇതിൽ യെല്ലോ അല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഇതിപ്പോൾ യെല്ലോ ഉണ്ട്, അപ്പോൾ ഈ പീസ് മുകളിൽ തന്നെയാണ് വരേണ്ടത്. അപ്പം നമ്മളത് ഒഴിവാക്കി. ഇതും യെല്ലോ ഉണ്ട്, അത് ഒഴിവാക്കി. ഇവിടെ യെല്ലോ ഇല്ല, ഇവിടെ എന്താ കളറ്? റെഡും ഗ്രീനുമാണ്. അപ്പോൾ ഈ റെഡും ഗ്രീനും യെല്ലോ അല്ലാത്ത പീസായതുകൊണ്ട് ഇത് ഈ രണ്ടാമത്തെ ലെയറിലെ ഈ 4 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒന്നായിരിക്കും അതാണ് അതിൻ്റെ തിയറി. അപ്പോൾ ഇത് ആ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. നിങ്ങളെ ഈ പീസിൻ്റെ ഫേസ് ചെയ്യുന്ന കളർ ഏതാണെന്ന് നോക്കുക. റെഡ് അല്ലേ. ഈ റെഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് പിടിച്ചിട്ട് ഈ റെഡും സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മോൾ ഭാഗം പിടിച്ചിട്ട് റെഡ് വരുന്ന വരെ താഴത്തെ 2 ലെയറും തിരിക്കുക. ഇതാ തിരിച്ച് സോൾവ് ചെയ്ത് വെച്ചു. ഇനിയാണ് ഈ പീസ് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ നോക്കുക. ഈ പീസ് എങ്ങോട്ടാണ് പോകേണ്ടത്? റെഡും മാച്ചായി. ഇനി ഇങ്ങോട്ടാണോ ഇത് പോകേണ്ടത്, ഇങ്ങോട്ടാണോ പോകേണ്ടത്? അതെങ്ങനെയാണ് മനസ്സിലാക്കുക? മുകളിലുള്ള കളർ എന്താ? ഗ്രീൻ ആണോ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കുക. ഇവിടെ റൈറ്റ് സൈഡാണ് ഗ്രീൻ അല്ലേ, ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്? ഇത് ഇങ്ങോട്ട് തിരിക്കണം, ഇത് ഇങ്ങോട്ട് തിരിക്കണം, ഇങ്ങോട്ട് ഈ പീസ് ഇങ്ങോട്ട് പോകണം. ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയാൽ മതി, പക്ഷേ ബാക്കിയുള്ളതൊക്കെ മിസ്സാവും. പക്ഷേ ബാക്കിയുള്ള ഒന്നും മിസ്സാകാതെ ഈ സാധനത്തിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ്, അതായത് ഇതിനെ റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇതിനെ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് വരേണ്ട ഭാഗം മേലോട്ട് തിരിക്കുന്നു, എന്നിട്ട് ആ റിട്ടേൺ തിരിക്കുന്നു. ഈ ഒരു മൂവ്മെൻറ്റ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു വൈറ്റ് മിസ്സാവും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, വൈറ്റ് മിസ്സാവും. വൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ യെല്ലോ മുകളിൽ തന്നെയാണല്ലോ നമ്മൾ പിടിച്ചത്, ഒന്നും ചെയ്യേണ്ട. ആ വൈറ്റ് താഴെ മിസ്സായ വൈറ്റ് മുകളിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഫേസിലേക്ക് ആക്കി വെക്കുക. ആ വൈറ്റ് ഇവിടെയാണ് വൈറ്റ് വരുന്നത്, അതൊന്ന് ഫേസിലാക്കി ഇങ്ങനെ ക്യൂബ് ഒന്ന് തിരിച്ചു വെക്കുക. ഇപ്പം നിങ്ങളെ വൈറ്റ് നിങ്ങളെ ഫേസിൽ നിങ്ങളെ വൈറ്റിൽ ലെഫ്റ്റിലോ റൈറ്റിലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പിൽ പഠിച്ചിട്ടുണ്ട് അതിനെ താഴെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഇത് ഇതേ പൊസിഷനിലാകുമ്പോൾ ഇത് മാച്ച് ആയിരിക്കും. മുമ്പത്തെ മൂവ്മെൻറ്റിൽ നമ്മൾ പഠിച്ചത് ഇത് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇത് നിങ്ങൾ താഴെ മിസ്സാകുന്നതുകൊണ്ട് ഇത് ഓൾറെഡി ഇങ്ങനെ മാച്ചായി കിടക്കുകയായിരിക്കും. അപ്പോൾ അതിൽ കൂടുതലൊന്നും ചിന്തിക്കാനില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ അങ്ങോട്ട് തിരിക്കുക, വരേണ്ട ഭാഗം ഒന്ന് മേലോട്ട് തിരിക്കുക, കൊണ്ടുവരിക. അപ്പോൾ എന്താവും? നേരത്തെ നിങ്ങൾ വെച്ച പീസും വൈറ്റും കൂടി മാച്ച് ആയിട്ട് ഇവിടെ സോൾവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ബിഗിനേഴ്സ് മെത്തേഡാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ സോൾവ് ആയി. ഇനി 2 കൂടി സോൾവ് ആകാണ്ട് അല്ലേ. മുകളിൽ വീണ്ടും നോക്കുക, യെല്ലോ ഇല്ലാത്ത ഏതെങ്കിലും പീസ് നോക്കുക. ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്. അപ്പോൾ എല്ലാ യെല്ലോ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ പീസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റായി കിടക്കുക എന്ന് മനസ്സിലാക്കണം. അതായത് ഇവിടെയുള്ള ബ്ലൂ ഓറഞ്ച് ഇവിടെയാണ് വരേണ്ടത്, ഇവിടെയുള്ള ഈ റെഡ് ബ്ലൂ ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഒരിക്കലും നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന അൽഗോരിതം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ എളുപ്പ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ഏതെങ്കിലും ഒന്നിനെ പുറത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ അതിനുള്ള മാർഗം എന്താ? നേരത്തെ ചെയ്ത അതേ മാർഗം തന്നെ ഒന്ന് ഇതിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകും. ഇതിനെ കൊണ്ടുവന്നിട്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെച്ച് റിട്ടേൺ ചെയ്തു. അപ്പോൾ നമുക്ക് താഴെ ഒരു വൈറ്റ് മിസ്സാവും,
വൈറ്റ് മിസ്സായാൽ നിങ്ങൾക്കറിയാം, ഫേസിനെ നേരെ പിടിക്കുക, എന്നിട്ട് ആ ഇക്വേഷൻ ചെയ്യുക. അപ്പോൾ അത് അവിടെ സോൾവ് ആവും. നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുത്ത പീസ് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് മോഡൽ. ഇത് യെല്ലോ ആണ്, ഇത് യെല്ലോ ആണ്, ഇത് യെല്ലോ ഉണ്ട്. ഇവിടെ യെല്ലോ ഇല്ലാത്ത ഒറ്റ പീസ് എന്താ, ബ്ലൂ ആൻഡ് ഓറഞ്ച്. ചില സംഗതികളിൽ അങ്ങനെ ഒരു ഇത് വരും. നമ്മൾ വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ബ്ലൂ ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മോൾ പിടിച്ചിട്ട് ബ്ലൂ ആവുന്ന വരെ നമ്മൾ സെൻറ്റർ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് ഇനിയാണ് ഈ പീസ് ഇങ്ങോട്ടാണോ ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ പോകേണ്ടത് നോക്കുക. ഇത് ഓറഞ്ച് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഇത് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇത് ലെഫ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിനെ റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് ഭാഗം ഒന്ന് തിരിക്കുക, എന്നിട്ട് റിട്ടേൺ തിരിക്കുക. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, താഴെ ഒരു വൈറ്റ് മിസ്സാവും. അപ്പോൾ ആ വൈറ്റിനെ നിങ്ങളെ ഫേസിൽ പിടിക്കുക. ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് വന്നത്, റൈറ്റ് സൈഡിൽ വന്ന വൈറ്റിനെ താഴോട്ട് കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു മൂമെൻറ്റ്. അപ്പം നിങ്ങൾക്ക് ആ പീസും കൂടിയും സൈഡ് പീസും കൂടി മാച്ച് ആയിട്ടേക്കും വൈറ്റ് സോൾവ് ആവുക. ഓക്കെ, ഇനി ഒരു കളറും കൂടി സോൾവ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ മുകളിൽ നോക്കുക, യെല്ലോ ഇല്ലാത്ത കളറ്, ഇത് യെല്ലോ ഉണ്ട്, യെല്ലോ ഇല്ല, റെഡും ബ്ലൂവും. മോൾ ഭാഗം പിടിച്ചിട്ട് റെഡ് വരുന്ന വരെ റൊട്ടേറ്റ് ചെയ്യുക, മാച്ചായി പിടിച്ചു. ഇനി ഈ പീസ് ഇങ്ങോട്ടാണ് വരേണ്ടത്, ലെഫ്റ്റിലേക്കാണ് വരേണ്ടത്. ലെഫ്റ്റിലേക്ക് വരാൻ വേണ്ടി ഇതിനെ റൈറ്റിലേക്ക് തിരിക്കുന്നു, റിട്ടേൺ തിരിക്കുന്നു. അപ്പം നമുക്ക് താഴെ ഒരു വൈറ്റ് മിസ്സാവും. ആ മിസ് നിങ്ങൾ ഫേസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഈക്വേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് 2 സെക്കൻഡ് ലെയർ, ഫസ്റ്റും സെക്കൻഡും ലെയർ ഇപ്പോൾ സോൾവ് ആയി കിട്ടി ഈസി ആയിട്ട്. കണ്ടോ? ഓക്കെ, വീഡിയോ പെട്ടെന്ന് നോക്കുക, വീണ്ടും കണ്ട് നോക്കി റിപ്പീറ്റ് കണ്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്തതിനു ശേഷം സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുക, വീണ്ടും നിങ്ങൾ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുക, സെക്കൻഡ്, അങ്ങനെ ഓരോന്ന് കാണാതെ പഠിച്ചതിന് ശേഷം അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോവുക. ഇനി നമ്മൾ 2 ലെയർ സോൾവ് ആയതിനു ശേഷം ഇനി നമുക്ക് ഈ ടോപ്പ് ലെയർ ആണ് നമുക്ക് സോൾവ് ആവേണ്ടത്. ഈ ടോപ്പ് ലെയർ സോൾവ് ആവുന്നതിന് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അതായത് മുകളിൽ മൊത്തത്തിൽ ഇത് സോൾവ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു യെല്ലോൻ്റെ ഒരു പ്ലസ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ സൈഡും സെൻറ്ററും മാച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഈ 4 കോർണർ പീസുകൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 ലെയർ ഈസി ആയിട്ട് നമ്മൾ ചെയ്ത് ബിഗിനേഴ്സ് മെത്തേഡാണ്. ഇതിൻ്റെ അഡ്വാൻസ് മെത്തേഡ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വേണ്ടവർ F12 നമ്മളെ വീഡിയോയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. സ്പീഡായിട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ബിഗിനേഴ്സ് മെത്തേഡാണ്, വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് 2 ലെയർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ആണ് തന്നിട്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇവിടെ ഈ കോർണർ പീസ് നിങ്ങളിപ്പം നോക്കണ്ട, അതായത് യെല്ലോൻ്റെ കോർണർ പീസ് കൊണ്ട് ഈ ചുറ്റുമുള്ള ഈ 4 പീസുകൾ ഇങ്ങനെ പ്ലസ് ആക്കണം. നമുക്ക് ഇവിടെ യെല്ലോ വേണം, ഇവിടെ യെല്ലോ വേണം, ഇവിടെ യെല്ലോ വേണം, ഇവിടെ യെല്ലോ വേണം. അതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പം നമുക്ക് ഡോട്ടാണ്. അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്ന ഒരു അൽഗോരിതം, അതായത് ഒരു മൂവ്മെൻ്റ് ആണ്. ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ അൽഗോരിതമാണ്. അതായത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പൊസിഷൻ. എഫ് റൈറ്റ് സൈഡിലേക്കാണ്, ആറ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, അത് മുകളിലേക്ക്. പിന്നെ യു എന്ന് പറയുന്നത് നമ്മളെ ഈ ടോപ്പ് ലെയറാണ്, അത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. പിന്നെ 6 റൈറ്റ് സൈഡാണ് ക്യൂബിൻ്റെ, അത് താഴോട്ട് വരും. പിന്നെ യു ആണ്, യു ഇങ്ങോട്ട് വരും, ഈ ഭാഗത്തേക്ക് വരും. പിന്നെ എഫ് എന്ന് പറയുന്നത് ഫ്രണ്ട്, ഈ ഒരു നമ്മളെ ഫേസ് ചെയ്യുന്നതാണ്, അത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ഇതിൻ്റെ ആരോ മാർക്ക് വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഇക്വേഷൻ 3 പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഇവിടെ ഡോട്ട് ആയതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്താവും, ഈ ഒരു മോഡലിൽ വരും. വീണ്ടും ഞാൻ ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോഡലിൽ വരും, മൈനസ് എന്നുള്ളൊരു സിമ്പൽ വരും. വീണ്ടും ആ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലസ് എന്ന് പറഞ്ഞൊരു ഇതിൽ വരും. നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. ആദ്യം നമുക്ക് ഡോട്ട് ഉണ്ടാവും, അതിനുശേഷം ഈ ഒരു ഷേപ്പ് വരും, പിന്നെ ഈ ഷേപ്പ് വരും, പിന്നെ ഈ ഷേപ്പ് വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഡയറക്റ്റ് ഈ ഷേപ്പ് ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ ഈ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഏത് ഷേപ്പ് ആയാലും, സ്റ്റാർട്ടിങ്ങുള്ള ഷേപ്പ് ആയാലും നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഓക്കെ, അപ്പം ഞാനത് കാണിച്ചു തരാം. ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് FRUF ആണ്. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് FRUF ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടി. ഈ കോർണർ പീസ് ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഈ ഒരു പീസ് കിട്ടും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പീസ് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പീസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതാ ഈ കോർണർ പീസ് വേണ്ട, നമ്മൾ നോക്കണ്ട. കോർണറിലുള്ള ഈ യെല്ലോയും നിങ്ങൾ നോക്കണ്ട, ഇവിടെ ഉണ്ടെങ്കിലും നോക്കണ്ട. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു എൽ ഷേപ്പ് ഉണ്ട് അല്ലേ. അപ്പം ഈ പൊസിഷൻ കിട്ടി. ഇനി ഈ പൊസിഷനിൽ നിങ്ങൾ വീണ്ടും അത് ചെയ്യാം, FRUF. ഇപ്പം ഒരു മൈനസ് കിട്ടി, കണ്ടോ.
കോർണറിലുള്ള യെല്ലോ നിങ്ങൾ നോക്കണ്ട. ഇപ്പം നിങ്ങൾക്കൊരു മൈനസ് കിട്ടി. ഓക്കെ, മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സെയിം ഇക്വേഷൻ വീണ്ടും ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു പ്ലസ് കിട്ടും. അതായത് FRURUF ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് കിട്ടും. അതിൻ്റെ കൂടെ ഒരു കോർണർ പീസ് സോൾവ് ആയിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യണ്ട. അപ്പോൾ സെയിം ഇക്വേഷൻ ആണ്. അതായത് ഒന്നും കൂടി പറയാം, നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ FRURUF ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൈനസ് കിട്ടും. ഓക്കെ, ഈ മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എന്താ FRURUF നിങ്ങൾക്കൊരു പ്ലസ് കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു മൈനസ് ആണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം FRURUF ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്ലസ് കിട്ടും. കോർണർ പീസ് സോൾവ് ആവുന്നത് നോക്കണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടോപ്പിൽ ഒരു യെല്ലോ പ്ലസ് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ഈ യെല്ലോൻ്റെ ഒക്കെ സൈഡ് കളർ കണ്ടില്ലേ, ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ ഗ്രീൻ ആണ്, ഇവിടെ റെഡ് ആണ്, ഇവിടെ ഓറഞ്ച് ആണ്. ഇതിന്റെ സെന്ററുമായിട്ട് മാച്ച് ചെയ്യണം. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പിടിച്ചപ്പോൾ ഇത് മാച്ച് ആയി അല്ലേ. അതേപോലെ ഇതും മാച്ച് ആവണം, ഇവിടെയുള്ള പീസും മാച്ച് ആവണം, ഇതും കൂടി മാച്ച് ആവണം. അതായത് സെന്റർ കേട്ടോ ഞാൻ പറയുന്നത്, കോർണർ പീസുകളല്ല സെന്റർ. ഇതിപ്പോൾ മാച്ചാണ്, ഇത് മാച്ച് അല്ല. വേണം ഒന്നും കൂടി തിരിച്ചു നോക്കുക. ഈ 4 കളർ ഉള്ളതിനോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ 2 കളർ മാച്ച് ആയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പം ഇതും മാച്ചാണ്, ഇത് മാച്ചല്ല. ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു നോക്കിയപ്പോൾ ഇതാ റെഡ് മാച്ചാണ്, ബ്ലൂ മാച്ചാണ്, പക്ഷെ ഓറഞ്ച് മാച്ചല്ല, ഗ്രീൻ മാച്ചല്ല. അപ്പം 2 സൈഡ് മാച്ചായി അല്ലേ. അപ്പം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾ ബിഗിനേഴ്സ് മെത്തേഡ് ആണെങ്കിൽ എഴുതി വെക്കുക. അതിൻ്റെ R ഇൻവേഴ്സും R എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ റൊട്ടേഷൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ 2 ഇവിടെ ഒന്ന് മാച്ചായി കിടക്കുന്നുണ്ട്, ഇവിടെ ഒന്ന് മാച്ചായി. ഇങ്ങനെ 2 മാച്ചായി കിടക്കുക. ഒന്ന് റൈറ്റ് സൈഡും ഒന്ന് ബാക്ക് സൈഡും പിടിക്കുക. ഒന്ന് റൈറ്റ് സൈഡും ബാക്ക് സൈഡും. ഇനിയിപ്പോൾ ഒന്ന് മാച്ച് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആ മാച്ച് എങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും പിടിക്കുക. അല്ലെങ്കിൽ ഒന്നും മാച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് R ഇൻവേഴ്സ് U RU2 R ഇൻവേഴ്സ് U ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെന്ററുകൾ മാച്ച് ആവും. ഇപ്പോൾ കണ്ടോ, ഓറഞ്ച് മാച്ചാണ്, ബ്ലൂ മാച്ചാണ്, റെഡും മാച്ചായി, ഗ്രീനും മാച്ചായി. ഓക്കെ, യെല്ലോ പ്ലസ് കിട്ടി, അതിൻ്റെ അത് സെന്ററുമായിട്ട് മാച്ചായി. ഇപ്പം നിങ്ങൾ ഈ ക്യൂബ് നോക്കൂ, ഈ 4 പീസ് മാത്രമേ ഉള്ളൂ ഇതിൽ സോൾവ് ആകാത്തത്. അതായത് ഈ കോർണർ പീസുകൾ അല്ലേ, ഈ 4 കോർണർ പീസുകൾ മാത്രമേ സോൾവ് ആകത്തുള്ളൂ, ബാക്കിയൊക്കെ സോൾവ് ആയി. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട അൽഗോരിതം എന്ന് പറയുന്നത് ഇതാണ്. RU2RU ഈ ഒരു അൽഗോരിതമാണ്. ഇതിന്റെ അൽഗോരിതത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് അൽഗോരിതം R ഇൻവേഴ്സ് എന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതിന് പകരമായിട്ടാണ് ഞാൻ ഇതേപോലെ ഇതിന്റെ ഡയറക്ഷൻ എഴുതി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങളത് നോക്കുക. ഇല്ലെങ്കിൽ കൂടുതൽ അൽഗോരിതം ഉള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ശേഷം നമുക്ക് ഈ 4 കോർണർ പീസുകളാണ് സോൾവ് ചെയ്യാനുള്ളത്. ഈ 4 കോർണർ പീസുകൾ സോൾവ് ചെയ്യാൻ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ പീസ് ഇവിടെ തന്നെയാണോ വരേണ്ടതെന്ന് നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഇതിന്റെ കളർ നോക്കൂ, ബ്ലൂ റെഡ്. ഇത് ഈ ഭാഗത്താണോ വരേണ്ടത്? അല്ല, ഇത് ഇവിടെയാണ് വരേണ്ടത്. അല്ല, ബ്ലൂവും റെഡും എവിടെയാണ് വരേണ്ടത്? ഇവിടെയാണ് വരേണ്ടത് അല്ലേ. അതേപോലെ ഈ പീസിനെ നോക്കൂ, ഇത് ഓറഞ്ച് ബ്ലൂവും യെല്ലോ. ഇത് ഇവിടെയാണോ വരേണ്ടത്? അല്ല, ഇത് ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഡിഫറെന്റ് സ്ഥലത്താണ് വന്നത്. ഇതും ഇവിടെയല്ല വേണ്ടത്. അപ്പോൾ ഈ 4 ഡിഫറെന്റ് സ്ഥലത്താണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ചിലപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് വന്നാൽ ഇപ്പോൾ യെല്ലോ ഇവിടെയല്ലേ കിടക്കുന്നത്, മുകളിലാണ് യെല്ലോ വേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ യെല്ലോ ഇവിടെ കിടക്കും, ഓറഞ്ച് ഇവിടെ കിടക്കും, ഇവിടെ ഗ്രീൻ കിടക്കും, അങ്ങനെ ബ്ലൂ കിടക്കും, അങ്ങനെ സോൾവ് ആയി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പീസ് അതാത് സ്ഥാനത്ത് നിങ്ങൾ കണ്ടെത്തണം, അല്ലെങ്കിൽ അവിടെ സോൾവ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എഴുതി വെക്കുക. URUL ഇതിന്റെ ഡയറക്ഷനും ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടോ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ 4 പീസുകൾ എവിടെയും ഒന്നും സോൾവ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ ആണ്. ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് URUL ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചെക്ക് ചെയ്യുക. ഈ ഒരു പീസ് നോക്കുക, ഇത് ഇവിടെ റെഡ് ആണ് വരേണ്ടത്, ഇവിടെയല്ല വരേണ്ടത്. ഇത് നോക്കുക, ഇത് ഇവിടെയല്ല വരേണ്ടത്. ഇത് നോക്കുക, ഇത് ഇവിടെയാണ് വരേണ്ടത്, പക്ഷെ
കളർ ട്വിസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. ബ്ലൂ ഇങ്ങോട്ടാണ് വേണ്ടത്, യെല്ലോ മുകളിലാണ് വേണ്ടത്, ഓറഞ്ച് ഇവിടെ. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഈ ഒരു പീസ് ഇവിടെയാണ് വേണ്ടത്, പക്ഷെ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ആ പീസ് അവിടെ കിടക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഇത് നമുക്കൊരു ചെറിയൊരു മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ആ സ്ഥാനത്ത് വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി അല്ലേ. കാരണം ബ്ലൂ ഇവിടെയാണ്, യെല്ലോ ഇങ്ങോട്ട് കിട്ടിയാൽ മതി, ഓറഞ്ച് ഇങ്ങോട്ട് കിട്ടിയാൽ. ഇതേപോലെ ബാക്കിയുള്ളതും നമ്മൾ ആക്കിയെടുക്കണം. ഇത് ഇവിടെയല്ല വേണ്ടത്, ഇതും ഇവിടെയല്ല വേണ്ടത്. അപ്പം ഈ 4 എണ്ണത്തിൽ ഇപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇവിടെ ഉള്ള പൊസിഷനിൽ വന്നു. ആ വന്ന പൊസിഷൻ നിങ്ങൾ റൈറ്റ് സൈഡ് കോർണറിൽ പിടിച്ചിട്ട് നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെ, ഞാൻ പറഞ്ഞ ഇക്വേഷൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. മാച്ച് അതായത് ഏകദേശം ആ ഭാഗത്താണ് വരുന്നതെന്ന് തോന്നുന്നത്, അത് ആ ഭാഗത്ത് തന്നെ വെച്ചിട്ട് വീണ്ടും URULURUL ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കുക, ഇത് ഈ ഭാഗത്ത് തന്നെയാണ് നിന്നത്, ബാക്കിയുള്ളത് 3 ട്വിസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് മാച്ച് ആയിട്ടോ ഓട്ടോമാറ്റിക്കലി. ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത്, ഗ്രീൻ ഇങ്ങോട്ടും യെല്ലോ മുകളിൽ റെഡ് സൈഡിലേക്കായി അല്ലേ. അതേപോലെ ഇതും ബ്ലൂ ഇവിടെ വരും, റെഡ് ഇവിടെ വരും, യെല്ലോ ഇവിടെ വരും. അപ്പോൾ ആ സ്ഥാനത്ത് തന്നെയാണ് വന്നത്, ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് സോൾവ് ആയി, ബാക്കി ഈ 3 കോർണർ പീസ് സോൾവ് ഉണ്ട്. അപ്പം ഈ പീസ് ഇവിടെ തന്നെയാണ് ഉള്ളത്, അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതിയെങ്കിൽ അത് നമുക്ക് ഈസിയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട അൽഗോരിതം മീൻസ് ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്, സിമ്പിൾ അതാണ്. RD, അതായത് 6 താഴോട്ട് വരും, D താഴത്തെ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും, പിന്നെ 6 മുകളിലേക്ക് വരും, D റൈറ്റ് സൈഡിലേക്ക് വരും. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഇത് സോൾവ് ആയി കിടക്കുന്നതല്ലേ, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് സോൾവ് ആയി കിടക്കും, ഇത് മുതലാണ് സോൾവ് ചെയ്യേണ്ടത്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് RD ഒരു പ്രാവശ്യം ചെയ്തേ, മുകളിൽ യെല്ലോ സോൾവ് ആവുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ സോൾവ് ആയില്ല, ഒന്നുകൂടി ചെയ്യുക. RD കംപ്ലീറ്റ് ചെയ്യണം. RD കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ യെല്ലോ സോൾവ് ആയി അല്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ക്യൂബ് മൊത്തമായിട്ട് തിരിക്കുകയല്ല വേണ്ടത്, ഈ ടോപ്പ് ഭാഗം മാത്രം സോൾവ് ഇനി ഇവിടെയാണ് സോൾവ് ചെയ്യാണ്ട് യെല്ലോ. ആ ടോപ്പ് ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് തിരിക്കുക. എന്നിട്ട് വീണ്ടും സെയിം ഇക്വേഷൻ RD ചെയ്യുക. സോൾവ് ആയില്ല യെല്ലോ, RD ചെയ്യുക. അപ്പോൾ അത് സോൾവ് ആയി അല്ലേ. ഇനി ഒരു കോർണർ കൂടി സോൾവ് ചെയ്യേണ്ട, അത് എന്ത് ചെയ്യണം, മൊത്തമായിട്ട് തിരിക്കാതെ ആ ടോപ്പ് മാത്രം ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വീണ്ടും സെയിം ഇക്വേഷൻ RD സോൾവ് ആയില്ല, RD ഇപ്പോൾ മുകളിൽ സോൾവ് ആയി. മുകളിലത്തത് ഒന്നും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ക്യൂബ് മൊത്തത്തിൽ സോൾവ് ആയി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സോൾവ് ആണ് 3x3 ക്യൂബ്. ഇതിന് വേണ്ട ബേസിക് അൽഗോരിതം ഇത്രയാണ്. ഈ 4 അൽഗോരിതമാണ്. ഈ 4 അൽഗോരിതം വെച്ച് നിങ്ങൾക്ക് ക്യൂബ് ഈസി ആയിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ ഈ 4 അൽഗോരിതം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യൂബ് സോൾവ് ചെയ്യുക. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാനലിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് അൽഗോരിതത്തിൻ്റെ, അത് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ ക്യൂബ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ബിഗിനേഴ്സ് മെത്തേഡുള്ള സോൾവ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വേറെ കൂടുതൽ വീഡിയോസ് ഉണ്ട്, അത് ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.